പിണറായിക്കെതിരെ കാലം കരുതി വെച്ച തിരിച്ചടികളിൽ ഒന്നായാണ് പുതിയ ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബിയുടെ വരവ്. വർഷങ്ങൾക്ക് മുൻപ് പിണറായി കൊല്ലത്തു നിന്നും 2014 ബോധപൂർവം നാടുകടത്തിയതാണ് എം.എ. ബേബിയെ. അതേ പിണറായി തന്നെ ഇന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്നും ബേബിയുടെ പേര് നിർദ്ദേശിച്ചതും. ഇതിന് പിന്നിൽ പല രാഷ്ട്രീയ നേട്ടങ്ങളും ലക്ഷ്യം വച്ചാണെന്ന് ബേബിക്കും, എന്നാൽ അത് അത്ര പെട്ടെന്ന് നടന്നു പോകില്ലെന്ന് പിണറായിക്കും അറിയാം. വർഷങ്ങൾക്ക് മുൻപ് പിണറായി തനിക്കിട്ട് വെട്ടിയ വെട്ടും പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച് തന്നെ നാടുകടത്തിയതൊന്നും ബേബിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. മാത്രമല്ല, മുൻപ് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ കേസിൽ തൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് വ്യക്തിപരമായി കേസ് നടത്താമെന്ന് പറഞ്ഞതാണ് കോടിയേരി. പാർട്ടിയും അന്നത് അംഗീകരിച്ചു. എന്നാൽ ഇന്ന് പിണറായിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസിൽ പിണറായി രാജിവെക്കണമെന്നോ വ്യക്തിപരമായി കേസ് നടത്തണമെന്നോ പറയുന്നില്ല. പകരം പാർട്ടിപരമായും നിയമപരമായും കേസ് നടത്തുമെന്നും ജനറൽ സെക്രട്ടറി തന്നെ പറയുമ്പോൾ അതിനു പിന്നിൽ എന്ത് രാഷ്ട്രീയ നീക്കമാണെന്ന് അറിയേണ്ടതുണ്ട്. തളർന്നിരിക്കുന്ന പാർട്ടിക്ക് തുടർ ഭരണത്തിന് ക്രിസ്തീയ വോട്ട് ശേഖരണവും എം.എ. ബേബി എന്ന സഭകളുടെ പ്രിയപുത്രൻ മൂന്നാം ഭരണത്തിന് വഴിയൊരുക്കുമെന്ന് കൂടി കരുതിയാകാം പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. EMSനും AKGക്കും ശേഷം ഇത്രയും ജനസമ്മതനായ വേറൊരു നേതാവും ഇല്ലെന്ന് പിണറായിയെക്കുറിച്ച് സ്തുതി പാടുന്ന ബേബിയുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശമെന്നും വ്യക്തമല്ല. 10 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയായും 15 വർഷത്തോളം മുഖ്യമന്ത്രിയായും ഏകദേശം 1/4 നൂറ്റാണ്ടുകാലം പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കിയ പിണറായിക്ക് മുകളിലാണ് ഇന്ന് ബേബി. തിരഞ്ഞെടുപ്പെടുക്കുന്ന ഈ സമയം പാർട്ടി വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടതും.